ഈ മുണ്ടിയപ്പള്ളി പ്രദേശത്ത് വരികയാണെങ്കിൽ ഈ കുടുംബത്ത് കയറുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മകൻ കച്ചവടം ചെയ്യുന്ന സ്ഥലത്ത് സമയം കിട്ടുകയാണെങ്കിൽ ഇതുവഴി എത്തുകയാണെങ്കിൽ അവിടെ കയറി അദ്ദേഹവുമായിട്ട് എന്തെങ്കിലും കുശലാന്വേഷണം നടത്തി മാത്രമേ പോകാറുള്ളൂ. സാറിൻ്റെ പറഞ്ഞുള്ള അറിവിൽ കവിയൂരിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു കാലത്ത് വളരെയേറെ സംഭാവന എന്ന വാക്കുകൊണ്ട് വിചാരിക്കുമ്പോൾ ഇന്ന് വിദ്യാഭ്യാസത്തിൽ അധ്യാപകർക്കുള്ള പങ്ക് ഒരു ശിഷ്യനെ സംബന്ധിക്കുന്നിടത്തോളം ഒരു അധ്യാപകരെ വിലമതിക്കുന്നത് അവരുടെ പ്രവർത്തനങ്ങളിലും അവരുടെ രീതികളും കൊണ്ട്. ഇന്ന് പല അധ്യാപകരും സ്കൂളുകളിൽ വിദ്യാഭ്യാസം ശിഷ്യന്മാർക്ക് നൽകുന്നുവെങ്കിൽ പോലും അവരൊന്നും ആ പട്ടികയിലേക്ക് ഉയർന്നു വരാത്ത ഒരു സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. പക്ഷേ കവിയൂർ സ്കൂളിൽ സാറ് പഠിപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ പലരും ഇന്നും ഓർക്കുന്നുണ്ടെങ്കിൽ സാറിൻ്റെ പേര് പറയുവാൻ ഇടനൽകുന്ന ഒരു സ്ഥിതി തുടരുന്നു എന്നത് ഈ സമയത്ത് ഓർമ്മയിൽ കൂടിയെങ്കിലും അനുസ്മരിച്ച് മതിയാവും. മരണം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായ ഒരു സംഭവം. ഇന്ന് സാറിനെങ്കിൽ നാളെ ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഇത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ഈ മരണത്തിൽ പങ്കെടുക്കുമ്പോൾ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെക്കാൾ ഉപരി ബാക്കിയുള്ളവർ മരണത്തിൽ പങ്കാളികളായി തിരിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത്. ആ അവസ്ഥയിൽ നിലനിൽക്കുന്ന ഇത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം മറന്നേ മതിയാവും. മരണം അത് മനുഷ്യനായാൽ മറവിയില്ല എങ്കിൽ ജീവിക്കാൻ മുന്നോട്ടുള്ള ജീവിതം വളരെ ബുദ്ധിമുട്ടാകുന്നൊരവസ്ഥയാണ്. മറന്നേ മതിയാവും. പക്ഷെങ്കിൽ സാറിൻ്റെ ജീവിതം കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. ആരെക്കാളും വേദന നിറഞ്ഞു നിൽക്കുന്ന കുടുംബാംഗങ്ങളോടും ഇടവക അംഗങ്ങളോടും എൻ്റെ ആദരാഞ്ജലികൾ ഈ അവസരത്തിൽ നൽകിക്കൊണ്ട് ഈ കുടുംബത്തിലുള്ള ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളോടൊപ്പം ഞാനും ഈ നാടിനു വേണ്ടി പങ്കുചേരുന്നു. Janirumi Veganya
ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സുഖിയുമായ ഞങ്ങളുടെ പാർപ്പിടത്തിന് ധരിപ്പാൻ വാഞ്ചിക്കുന്നു. വരുവാനല്ല മർത്യമായ ജീവനാൽ നീങ്ങിപ്പോകണന് മീനെ ഉടുപ്പാനുച്ഛിക്കുക. ഞങ്ങൾ ഈ കൂടാരത്തിരിക്കത്തോളം ഭാരപ്പെട്ട് ഞെറങ്ങുന്നു. അതിനാൽ ഞങ്ങൾ ഒരുക്കിയത് ആത്മാവിനെ അച്ചാറമായി തിരികെ ദൈവം തന്നെ. ആകയാൽ ഞങ്ങളെല്ലാം ഇപ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകുന്ന പരദേശികളായിരിക്കുന്നുവെന്ന് അറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്തിൽ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരങ്ങളുടെ കർത്താവിനോട് വസിപ്പാൻ ഇഷ്ടപ്പെട്ടു. പാപ്പച്ചായൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബ ബന്ധത്തിലുള്ള ആളുകളെ, ഈ പ്രദേശത്തു നിന്ന് ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനായിട്ട് വന്നു ചേർന്നിരിക്കുന്ന ആളുകളെ ഞാൻ പാപ്പച്ചായൻ എന്നാണ് ആദ്യം അഭിസംബോധന ചെയ്തത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ജനിച്ചു വളർന്ന് കാണുന്നത് മുതലേ 1966 വരെ ഞങ്ങൾക്ക് പ്രിയങ്കരനായ പാപ്പച്ചായനാണ്. എൻ്റെ പേരമ്മയുടെ സഹോദരപുത്രനാണ്. ആ നിലയിൽ ഞങ്ങളുടെ ബന്ധുഗൃഹം കൂടിയാണ്. അപ്പോൾ ആ നിലയിൽ ഒരു മുണ്ടിപ്പള്ളിക്കാരൻ എന്നുള്ളതിൽ ഞങ്ങളുടെ പാപ്പച്ചനായിട്ട് ഞങ്ങളെ സഹവസിച്ചുവെങ്കിലും 1966 മുതൽ 68 വരെയുള്ള കാലയളവിൽ ഞങ്ങളുടെ ബഹുമാനനായ TK പൗലോസ് സാറായിട്ടാണ് അദ്ദേഹത്തെ പിന്നെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. നിർത്തിയ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്ത്യാനിയുടെ മരണം അവനൊരു പ്രൊമോഷൻ മാത്രമാണ്. തീർച്ചയായിട്ടും ഒരു ഡീപ്രൊമോഷനല്ല, പ്രൊമോഷൻ മാത്രമാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പറയുന്നത് പ്രകാരം മരണാനന്തരമുള്ള ഒരു ക്രിസ്ത്യാനിയുടെ അനുഭവത്തിൽ എന്താണെന്നുള്ളത് നമുക്ക് വളരെ പ്രകടമായിട്ട് സാക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരിക്കൽ പോലും നമുക്കൊരു സങ്കടത്തിന് അവകാശമില്ലേക്ക് ഞാൻ പറയുമ്പോഴും നമ്മോടൊത്ത് അധിവസിച്ച് കഴിഞ്ഞ 79 സംവത്സരക്കാലം നമ്മോടൊത്ത് അധിവസിച്ച് നമ്മളുമായിട്ട് സഹകരിച്ച് നിന്ന് ഇനി നമ്മുടെ ആയുസ്സിൽ കാണാനൊക്കാത്തതും മാഞ്ഞു പോകുമ്പോൾ നമുക്ക് വേദനയുണ്ടെന്നുള്ള സത്യമാണ്. ഔദ്യോഗിക ജീവിതത്തിലിരിക്കുന്ന ഒരാളിന് 2 വിധത്തിലുള്ള വേർപാടുണ്ട്. കഴിഞ്ഞ 23 വർഷങ്ങൾക്ക് മുമ്പ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വേർപെട്ടു. ഇനിയും വീണ്ടും ഒരു 23 വർഷങ്ങൾക്ക് ശേഷം 78-ാമത്തെ വയസ്സിൽ നിന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. എങ്കിലും ക്രിസ്ത്യാനികളായ നമ്മൾ തിരുവചനം നമ്മളെ പോഷിക്കുന്ന പ്രകാരം, പഠിപ്പിക്കുന്ന പ്രകാരം പ്രത്യാശയുള്ളവരായി നമ്മളെ ഓരോരുത്തരും ഈ അധ്യാപക സ്റ്റേഷനെ യാത്ര അയക്കാം. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം പഠിപ്പിച്ച അനേക അധ്യാപക വിദ്യാർത്ഥി എന്നുള്ള അവരുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ബന്ധുമിത്രാദികളോടുള്ള എൻ്റെ സങ്കടം പ്രത്യേകമായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തും. സാറിൻ്റെ സാറിൻ്റെ സുഹൃത്ത് എബ്രഹാം സാർ ഇപ്പോൾ ഒരു മിനിറ്റ് സംസാരിക്കും. അതിനുശേഷം പെൻഷനേഴ്സ് അസോസിയേഷൻ അതേ ക്ലാസ്സിൽ ഒരു റൂമിൽ താമസിച്ച് പഠിച്ചവരാണ്. ഈ 4 വർഷത്തിനിടയിൽ ഒരു പ്രാവശ്യം പോലും പരസ്പരം മുഖം കറുത്ത് എന്തെങ്കിലും സംസാരിക്കുന്നതിനോ ഇടപെടുന്നതിനോ സാഹചര്യം ഉണ്ടായിരുന്നു. ശുദ്ധനായൊരു മനുഷ്യൻ, നല്ല പ്രകൃതം, സൗമ്യമായ പെരുമാറ്റം, വിശ്വസ്തൻ, ആരോടും ഒരു വിദ്വേഷവുമില്ലാതെ ഇടപെടുന്നതായ ഒരു മകൾ വ്യക്തിയാണ് ഇവിടെ. സഹോദര സഹോദരങ്ങളെ, പ്രിയമുള്ളത്, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ്റെ ദുഃഖവും അനുശോചനവും ഈ സമയത്ത് രേഖപ്പെടുത്തുന്നതിന് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നു. പ്രിയപ്പെട്ട സാറ് ഏതാണ്ട് 20 വർഷം ഞങ്ങളുടെ സംഘടനയിലെ ഒരു അംഗമായിരുന്നു, സജീവ അംഗമായിരുന്നു. ഞങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം നൽകി ഞങ്ങളെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയായി. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഈ സമയത്ത് KSSPUവിൻ്റെ മുണ്ടിപ്പള്ളി യൂണിറ്റിൻ്റെതായിട്ടുള്ള റിവിത്ത് ഇവിടുത്തെ വൈസ് പ്രസിഡന്റ് ശ്രീ ശങ്കരൻ സാറ് സമർപ്പിക്കുന്നു. പെൻഷനേഴ്സ് അസോസിയേഷൻ മുണ്ടിപ്പള്ളി യൂണിറ്റിൻ്റെ വകയായിട്ട് ഈ റീത്ത് ബഹുമാനാർത്ഥം സമർപ്പിച്ചുകൊള്ളുന്നു. വേർപാടിന് ദുഃഖിച്ചിരിക്കുന്ന കുടുംബത്തോടുള്ള ദുഃഖവും സങ്കടവും അതിനുശേഷം ആരംഭിക്കുന്നു. എന്റെ ദൈവം എന്റെ ദൈവം മഹത്വത്തിൽ രാജാവായി ജീവിക്കും.
ഭവനത്തിലെ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുകയാണ്. 187-ാമത്തെ കീർത്തനം ശോഭയേറുന്നുള്ള പാട്ട് നമുക്ക് ഏഷ്യാതിലൂടെ എല്ലാവർക്കും കഴിഞ്ഞാൽ പാഠഭാഗമായി പാഠം 1 തെസ്സലോനി 4-ാം അധ്യായം 13-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെ. 1 തെസ്സലോനി 4-ാം അധ്യായം 13-ാം വാക്യം മുതൽ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷതയുടെ ജീവനോടെ ശേഷിച്ചിരിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവേൻ. 23-ാം സങ്കീർത്തനമൊക്കെ ചേർന്നിയെല്ലാം യഹോവയായ ആശ്വസിപ്പിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിൻ്റെയും ദൈവമായുള്ളവേ, പുനരുത്ഥാനം ജീവനുമായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ പിതാവേ, അവനിൽ വിശ്വസിക്കുന്നവരെല്ലാവരും മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് അവനിൽ വിശ്വസിക്കുന്നവർ ആരും
എന്നേക്കുമായി മരിക്കയില്ലല്ലോ. അവനിൽ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുതെന്ന് നിന്റെ വിശുദ്ധ അപ്പോസ്തലനെ കൊണ്ട് ഞങ്ങൾക്ക് ഉപദേശിപ്പിച്ചുവല്ലോ. നിന്റെ ജ്ഞാനത്തിലും സ്നേഹത്തിലും ഞങ്ങളുടെ ഈ പിതാവിനും പാപവും പരീക്ഷയുമുള്ള ലോകത്തിൽ നിന്ന് വിളിപ്പാൻ തിരുമനസ്സായിരിക്കൊണ്ട് ഞങ്ങൾ നിനക്ക് മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസന്റെ വേർപാട് മൂലം ദുഃഖത്തിലിരിക്കുന്ന നിന്റെ മക്കളെ കടാക്ഷിച്ച് അവരെ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പാപികളായിരിക്കുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച എൻ്റെ പ്രിയപുത്രൻ്റെ ക്രൂശിൽ അവതരിക്കുന്ന അതിൻ്റെ അതിശയമായ സ്നേഹത്തെക്കുറിച്ചുള്ള ആഴമേറിയ ബോധം ഞങ്ങൾക്ക് നൽകണമേ. അവൻ്റെ മഹത്വമുള്ള അവതാൽ സമ്പാദിതമായ ഭാഗ്യകരമായ പ്രത്യാശയാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. സകലവും നന്നായി ചെയ്യുന്ന അതിൻ്റെ ജ്ഞാനത്തിലും സ്നേഹത്തിലുമുള്ള വിശ്വാസത്താൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. അനുഗ്രഹങ്ങളെ ഞങ്ങൾക്ക് നൽകുന്നവൻ നീ ആകുന്നു. ഞങ്ങൾ നവയെ എടുക്കുന്നവനും നീ ആകുന്നു. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവ് നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ എന്ന് പൂർണ്ണ ഹൃദയത്തോടെ പറയുവാൻ എൻ്റെ മക്കൾക്ക് സഹായിക്കുമെന്ന് ഞങ്ങളെ കർത്താവായ യേശു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കരുണയുള്ള ദൈവമേ, മരണത്തിൽ നിന്ന് നിന്നിൽ നിന്നും നിന്റെ സ്നേഹത്തിൽ നിന്നും ആരെയും വേർപെടുത്താൻ പാടില്ലാത്തതായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ക്ഷയമോ മാലിന്യമോ വാട്ടമോ ഇല്ലാത്തതായി സ്വർഗത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന അവകാശത്തെക്കുറിച്ച് ജീവനുള്ള പ്രത്യാശ നിന്റെ മക്കളിൽ ജനിപ്പിക്കണമേ. ഒരിക്കലും വേർപാടില്ലാത്ത ഞങ്ങളുടെ പിതാവിൻ്റെ ഭവനത്തിലുള്ള വാസസ്ഥലങ്ങളിലേക്ക് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഞങ്ങളുടെ സാക്ഷാൽ ഭവനമായ സ്വർഗീയ ഭവനത്തിൽ ഞങ്ങളെ വിട്ടുപോയ പ്രിയപ്പെട്ടവരോടുകൂടെ ഞങ്ങളെയും ചേർക്കണമേ. നിന്റെ എല്ലാ വിശുദ്ധന്മാരോടും കൂടെ പാർപ്പാനും പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്നവനായി ഞങ്ങളുടെ രക്ഷിതാവും രാജാവുമായ യേശുവേ, നിന്നോടുകൂടെ വാഴുവാനും നിങ്കിലേക്ക് തന്നെ ഞങ്ങളെ ചേർത്ത് കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് ഏറ്റവും വിനയമായി അപേക്ഷിക്കുന്നു. ധൈര്യത്തോടും ക്ഷമയോടും കഴിക്കുന്നതിനും പ്രത്യാശയില്ലാത്ത പോലെ ദുഃഖിക്കാതിരിക്കാനും കഴിഞ്ഞ കാലങ്ങളിലെ എല്ലാ നന്മകളെയും നേടി ഓർക്കുവാനും വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ആയുസ് വിട്ടുപോയ പ്രിയപ്പെട്ടോട് ചെന്നുകളെ പൂർണ്ണ വിച്ഛേദിപ്പാനും ഇപ്പോൾ ദുഃഖത്തിലേക്ക് നമുക്ക് വിശ്വാസത്തെയും ധൈര്യത്തിനെയും ആത്മാവിനെ നൽകണമെന്ന് യേശു മിശിഹാ മൂലം ഞങ്ങളോട് അപേക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട ഡാനിയേൽ ജേക്കബ് അച്ഛൻ ഇപ്പോൾ ആശ്വാസവചനം പങ്കിടുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ഭവനത്തിൽ ഈ പിതാവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ സാധിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയ പിതാവിൻ്റെ ഇളയ മകൻ വിവാഹം കഴിച്ചിരിക്കുന്നത് മുണ്ടത്താനത്ത് മുക്കാട്ട് കുടുംബത്തിൽ നിന്നാണ്. ആ കുടുംബവുമായിട്ടുള്ള ബന്ധത്തിലാണ് മുണ്ടത്താനം CSI ഇടവക വികാരി എന്നുള്ള നിലയിൽ എനിക്ക് ഇവിടെ വരുവാനും ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും അനുശോചനം സഭയുടെയും എൻ്റെയും അനുശോചനം അറിയിക്കുവാനും ഒരു സാഹചര്യം ഒരുങ്ങിയത്. ആ സാഹചര്യത്തിലായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം വേർപാട് വളരെയധികം പ്രയാസവും ദുഃഖവും നമുക്കുളവാക്കുന്നതാണ്. എന്നാൽ ഈ അടുത്ത സമയത്ത് ഒരു മരണ വീട്ടിൽ കടന്നു പോകുവാനിടയായി തീർന്നു. 14 വയസ്സ് മാത്രമുള്ള ഒരു പൈതൽ മരിച്ചു. അപ്പോൾ അന്ന് എൻ്റെ പ്രയർ ഗ്രൂപ്പിൽ അന്ന് സംബന്ധിച്ചിരുന്ന ആളുകൾ എന്നോട് പറഞ്ഞു, അച്ഛാ പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അവരെന്ത് പറഞ്ഞാണ് നമ്മളൊന്ന് ആശ്വസിപ്പിക്കുന്നത്? കാരണം അവർ വിശ്വാസികളല്ല, മറ്റുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. എന്ത് പറഞ്ഞ് ഞങ്ങളൊന്ന് ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ് പ്രയർ ഗ്രൂപ്പിലുള്ള ആളുകളുടെ പ്രശ്നം. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ഒരു പ്രശ്നമില്ല. നമുക്കൊരു വലിയ പ്രത്യാശ ഉണ്ട്. നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോവുകയാണ്. അതുകൊണ്ട് വേർപാടിൽ നമുക്ക് മാനുഷികമായ ദുഃഖവും പ്രയാസവും ഒക്കെ ഉണ്ടെങ്കിലും ആ സമാധാനം പ്രാപിക്കുവാൻ വലിയവനായ ദൈവം ഈ നാളുകളിൽ തലമുറയായിട്ട് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ആ ദൈവത്തിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുവാനുള്ള അവസരമാണ്. ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, മരണത്തിനും ജീവനും ഇടയിൽ ഒരു ശ്വാസത്തിൻ്റെ അകലം മാത്രമേ ഉള്ളൂ എന്നാണ് ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മനുഷ്യൻ്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം എന്ന് പറയുന്നത് പ്രയാസമാണ്, ദുഃഖമാണ്. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. അതായത് ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ യാത്രയ്ക്ക് വളരെയധികം തടസ്സവും പ്രയാസവും ഒക്കെ ഉണ്ട്. ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്, തടസ്സങ്ങളുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ ആയുസ് ക്ഷണികമാണ്. അത് ഈ ലോകത്തിൽ അവസാനിച്ച് കഴിയുമ്പോൾ, ഏറെയായാൽ 80, അത് കഴിയുമ്പോൾ
അത് വേഗം തീരുന്നു, ഞങ്ങൾ പറന്നു പോകുന്ന ഒരു പക്ഷിക്ക് തടസ്സമില്ല. അതിന് ആകാശത്തിൽ എങ്ങനെ വേണമെങ്കിലും എത്ര നേരം വേണമെങ്കിലും പറക്കുവാൻ സാധിക്കും. അപ്പോൾ തടസ്സങ്ങളൊന്നുമില്ലാത്ത ഒരു ലോകത്തിലേക്ക് ഈ പ്രിയ പിതാവ് കടന്നു പോയിരിക്കുന്നു. എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ പരിചയമൊന്നുമില്ല എങ്കിലും ഞാനിവിടെ വന്ന് 15 മിനിറ്റ് ആയി. ധാരാളം ആളുകൾ ഇവിടെ അനുശോചനം പറഞ്ഞു തരുന്ന ഒരു മാതൃകാ അധ്യാപകനായിരുന്നു എന്നുള്ള കാര്യം എല്ലാവരും ഒരുപോലെ പറഞ്ഞൊരു കാര്യമാണ്. ഒരു നല്ല ജീവിതം ഈ ലോകത്തിന്, ഈ മുണ്ടിയപ്പള്ളി ദേശത്തിന്, പ്രിയദാസന് കൊടുക്കുവാൻ സാധിച്ചു. അതൊരു നല്ല മാതൃകയായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാം. നമ്മളെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടതാണ്. ലോകത്തിൻ്റെ വാതിൽ നമുക്ക് അടയുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് തുറക്കുന്ന വാതിൽ സ്വർഗരാജ്യത്തിൻ്റെ നിത്യജീവൻ്റെ വാതിലാണോ എന്ന് നമ്മോട് തന്നെ നമുക്ക് ചോദിക്കാം. ഈ പിതാവിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മാതാവ്, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ എല്ലാവരെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ. സന്തോഷത്തോടുകൂടി ഈ പിതാവിനെ നമുക്ക് പ്രിയം വെച്ച സന്നിധിയിലേക്ക് യാത്രയാക്കാം. എല്ലാ അനുശോചനങ്ങളും എൻ്റെയും മുണ്ടത്താനം സഭയുടെയും ഇവിടെ കൂടി വന്ന എല്ലാവരുടെയും പേരിലുള്ള അനുശോചനവും ആശ്വാസവും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കും. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, നിന്നെ വിശ്രമിപ്പാൻ ഞങ്ങൾക്ക് മുൻപായി കടന്നുപോയിട്ടുള്ള നിന്റെ എല്ലാ മക്കളോടും നിനക്കുള്ള കരുണയ്ക്കും കൃപയ്ക്കുമായി ഞങ്ങൾ നിന്റെ വലിയ നാമത്തെ പുകഴ്ത്തുന്നു. അവർ നടന്നതുപോലെ നിന്റെ മുൻപാകെ നീതിയിലും വിശുദ്ധിയിലും നടന്ന് ത്യാഗപൂർവ്വം നിന്നെ സേവിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്കും നന്ദിയുള്ള ഹൃദയങ്ങളെ തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ മൂലം ഞങ്ങൾ അവിടുത്തോട് അപേക്ഷിക്കുന്നു. ആമേൻ. ബഹുമാനപ്പെട്ട തങ്കച്ചി സാറ് പ്രാർത്ഥിച്ച് ആശീർവാദം പറയാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, 78 ദീർഘവർഷങ്ങളെ ഈ ഭൂമിയിൽ ആയിരിക്കാൻ തക്കവണ്ണം നിന്റെ മകനെ ഈ ഭൂമിയിലേക്ക് അയച്ചതായ വൻകൃപയെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജനിച്ച ദിവസം മുതൽ ഈ ലോകത്തിൽ നിന്ന് യാത്രയായ ദിവസം വരെയും ദിവ്യ സാന്നിധ്യം കൂടെയിരുന്നു. ദൈവികമായിരിക്കുന്ന വഴികളിൽ നടക്കുവാൻ നിന്റെ പ്രിയപ്പെട്ടവനെ നീ കൃപ ചെയ്തു. ഒരു നല്ല അധ്യാപകനായി ദേശത്ത് സേവനം ചെയ്യുവാനായിട്ടും അനേക അധ്യാപകരെ പരിശീലിപ്പിക്കുവാനും അവിടുന്ന് കൊടുത്തായ ഒരേറെ കൃപയ്ക്ക് വേണ്ടി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നല്ല സാക്ഷ്യമുള്ളതായ ഒരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം നിന്റെ മകനെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിർമ്മല മനസാക്ഷിയുള്ളവനായിട്ട്, സത്യം മാത്രം സംസാരിക്കുന്നവനായിട്ട്, എല്ലാ പ്രകാരത്തിലും ദൈവവുമായിട്ട് ചേർന്ന് നടക്കുവാൻ അങ്ങനെ നല്ല ഒരു സാക്ഷ്യം ഈ പ്രദേശത്തിന് കാഴ്ചവെച്ച് ഇപ്പോൾ നിത്യതയിലേക്ക് കടന്നുപോയിരിക്കുന്ന ഞങ്ങളുടെ ഈ പ്രിയ സഹോദരൻ്റെ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വേദനയില്ലാത്ത, ദുഃഖമില്ലാത്തതായ ജീവിതത്തിലേക്ക് കടന്നു പോയിരിക്കുകയാണല്ലോ, നിത്യസന്തോഷത്തിലേക്ക് കടന്നു പോയിരിക്കുകയാണല്ലോ. ഞങ്ങളൊക്കെ വീണ്ടും ഈ പ്രിയപ്പെട്ടവനെ കാണുമെന്നുള്ളതായ പ്രത്യാശ ഞങ്ങളുടെ ഹൃദയത്തിൽ തരുന്നതുകൊണ്ട് വളരെ സമാധാനത്തോടുകൂടെ ഞങ്ങൾ ഈ പ്രിയപ്പെട്ടവനെ യാത്ര അയക്കുകയാണ്. ദുഃഖത്തിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വളരെ പ്രത്യാശയോടുകൂടെ ഈ പ്രിയദാസനോട് അവസാനമായി യാത്ര പറയുവാൻ നിന്റെ മക്കളെ എല്ലാവരെയും ബലപ്പെടുത്താനും ശക്തീകരിക്കാനും പ്രാർത്ഥിക്കുന്നു. നടക്കുവാനുള്ള ശുശ്രൂഷയൊക്കെ അനുഗ്രഹമാക്കി തരാനും യേശുവിന്റെ നാമത്തിൽ കർത്താവ് ജീവനോടിരിക്കുന്നവർക്ക് തന്റെ കൃപയും നമ്മെ വിട്ടു കഴിഞ്ഞുപോയ വിശ്വാസികൾക്ക് സ്വസ്ഥതയും സഭയ്ക്കും ലോകത്തിനും സകല മനുഷ്യർക്കും സമാധാനവും ഐക്യവും നമുക്കും തൻ്റെ സകലദാസത്തിന് നിത്യജീവനും നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹവും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഭവനത്തിലെ ശുശ്രൂഷ ഇപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്ന് മൃതശരീരം ദേവാലയത്തിലേക്കുള്ള ശുശ്രൂഷയ്ക്കായി കൊണ്ടുപോവുകയാണ്. ആംബുലൻസിലാണല്ലോ. വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ
വത്സലരേ അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. ഞാനിൻ പ്രയാണം പൂർത്തിയാക്കി. നിങ്ങളൻ മാർഗങ്ങൾ പിന്തുടർന്ന സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. നിങ്ങളൻ മാർഗങ്ങൾ പിന്തുടർന്ന സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. പോകുന്നു ഞാനെന്നിൻ വത്സലരേ അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. കന്യാമറിയത്തിൻ നിർമ്മലരാ മക്കളായി ഭൂമിയിൽ ജീവിക്കുവിൻ. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. പോകുന്നു ഞാനെന്നിൻ വത്സലരേ അന്തിമയാത്ര പറഞ്ഞിടുന്നു. കണ്ണീർ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. കൂടാരം വേടിയുമീ ആത്മാവിനെന്നും കൂട്ടായി നീ മാത്രം. കൂടാരം വേടിയുമീ ആത്മാവിനെന്നും കൂട്ടായി നീ മാത്രം. ഏകാന്തമാകുമീ യാത്രയിലിന്നും ഏകാന്തമാകുമീ യാത്രയിലിന്നും നിൻ സ്നേഹത്തണൽ മാത്രം. കൂടാരം വെടിയുമീ ആത്മാവിനെന്നും കൂട്ടായി നീ മാത്രം. ഭൂമിയിൽ നൽകി ആശവള സർവവും ഒടുവിൽ ശൂന്യമാക്കി തേരിലേറ്റുന്നു. ജനനവും മരണവും സത്യം ഇടയിൽ കാണും.
കാൺമത് സ്വപ്നം കൂടാരം വെടിയുമീ ആത്മാവിനെന്നും കൂട്ടായി നീ മാത്രം ഏകാന്തമാകുമീ യാത്രയിലെന്നും നിൻ സ്നേഹത്തണൽ മാത്രം കൂടാരം വെടിയുമീ ആത്മാവിനെന്നും കൂട്ടായി നീ മാത്രം മണ്ണിൽ നിന്നും മർത്യനെ തീർത്തു നീ മണ്ണോടു ചേർക്കുന്നു സ്വന്തവും ബന്ധവും വേർപെടുത്തി കണ്ണീരിലാഴ്ത്തുന്നു ജനനവും മരണവും സത്യം ഇടയിൽ കാൺമത് സ്വപ്നം കൂടാരം വെടിയുമീ ആത്മാവിനെന്നും കൂട്ടായി നീ മാത്രം ഏകാന്തമാകുമീ യാത്രയിലെന്നും നിൻ സ്നേഹത്തണൽ മാത്രം കൂടാരം വെടിയുമീ ആത്മാവിനെന്നും കൂട്ടായി അവനെ കാണും കൊണ്ടുപോകാൻ കഴിയുന്നതല്ല യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹവും നിങ്ങളുടെ ഉണ്ടാകും. എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. ആമേൻ. ശുശ്രൂഷയുടെ അവസാനം മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപ പരിഹാരം ചെയ്തു കൊള്ളുക നീ. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. ഫലം നൽകാതുയർന്നു നിൽക്കും വൃക്ഷനിരയെല്ലാം അരിഞ്ഞു വീഴ്ത്തും. എരിതീയിലെരിഞ്ഞു വീഴും, നീറി നിറം മാറി ചാമ്പലായിത്തീരും. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. ദൈവപുത്രൻ വരുന്നൂഴിയിൽ ധാന്യക്കളമെല്ലാം ശുചിയാക്കുവാൻ. നെന്മണികൾ സംഭരിക്കുന്നു, കെട്ട പതിരെല്ലാം ചുട്ടരിക്കുന്നു.